ചാലക്കുടി ഡിവൈഎസ്പിക്ക് നേരെ എസ്എഫ്ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ കയ്യേറ്റ ശ്രമം. പോലീസ് ജീപ്പ് തകർത്ത പ്രതികളെ അന്വേഷിക്കുന്നതിനിടെയാണ് കയ്യേറ്റ ശ്രമം ഉണ്ടായത്. പോലീസ് ജീപ്പ് തകർത്ത സംഭവത്തിൽ 5 ഡിവൈഎഫ്ഐ പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിവരങ്ങളുമായി മനോജ് ചേരുന്നു. മനോജ്, എന്താണ് സംഭവിച്ചത് അവിടെ? ഏതാനും ദിവസങ്ങളായി തന്നെ ചാലക്കുടി ITIയിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കം നിലനിന്നിരുന്നു. അതിൽ പോലീസ് ഇടപെട്ടതാണ് ഈ SFIയുടെ പ്രകോപനത്തിന് കാരണമായത്. ഇന്ന് കോളേജിലെ തിരഞ്ഞെടുപ്പിന് ശേഷം SFI പ്രവർത്തകരും അതുപോലെ തന്നെ സ്ഥലത്തുള്ള DIFI പ്രവർത്തകരും ചേർന്ന് നഗരത്തിൽ പ്രകടനം നടത്തിയിരുന്നു. അതിനിടെയാണ് പോലീസ് ജീപ്പ് തല്ലിപ്പൊളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ പ്രകടനം നടത്തി തിരിച്ചു പോകുമ്പോഴാണ് പോലീസ് ജീപ്പ് വന്നപ്പോൾ അതിന് മുകളിലേക്ക് ചാടിക്കയറിക്കൊണ്ട് ആ ചില്ലുകളും അതുപോലെ തന്നെ ബാക്കി ബോണറ്റിലുമൊക്കെ വലിയ തരത്തിൽ തകർത്തത്. ആ ദൃശ്യങ്ങളൊക്കെ തന്നെ വ്യക്തമാണ്. ഇതിൽ DYFI നേതാക്കളായിട്ടുള്ള നിതിനും അതുപോലെ തന്നെ മറ്റ് SFI പ്രവർത്തകരും ഒക്കെ ചേർന്നായിരുന്നു ഈ ആക്രമണം നടത്തിയത്. 2 പോലീസുകാരാണ് ഈ സമയത്ത് ജീപ്പിലുണ്ടായിരുന്നത്. ശേഷം ആക്രമിച്ചവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ CPM നേതാക്കൾ ഈ വിഷയത്തിൽ ഇടപെടുകയായിരുന്നു. പോലീസ് കസ്റ്റഡിയിലെടുത്ത നിതിനെ CPM നേതാക്കൾ ബലം പ്രയോഗിച്ച് മോചിപ്പിച്ചുകൊണ്ട് മറ്റൊരു വാഹനത്തിൽ കയറ്റി അയക്കുകയായിരുന്നു. തുടർന്ന് ITIക്ക് സമീപമുള്ള SFIയുടെ താമസ സ്ഥലങ്ങളിൽ SFI പ്രവർത്തകരൊക്കെ താമസിച്ചിരുന്ന സ്ഥലങ്ങളിൽ DYSPയുടെ നേതൃത്വത്തിൽ അന്വേഷണത്തിനായി പോയി. അതേസമയം DYFI പ്രവർത്തകരും SFI പ്രവർത്തകരും ചേർന്ന് ഈ DYSP ആയിട്ടുള്ള സിനോജിന് നേരെ അതിക്രമം അഴിച്ചുവിടുകയായിരുന്നു. കയ്യേറ്റ ശ്രമമുണ്ടായി. തുടർന്നാണ് ഇത്തരത്തിൽ 5 DYFI പ്രവർത്തകരെ കസ്റ്റഡിയിലെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നിലവിൽ ഇപ്പോൾ സംഘർഷ സാധ്യത നിലനിൽക്കുകയാണ്. മനോജാണ് വിവരങ്ങൾ നൽകിയത്.